നമ്മളുടെ ചാനലിലേക്കും വീഡിയോയിലേക്കും എല്ലാവർക്കും സ്വാഗതം. നമ്മളുടെ അടുക്കളത്തോട്ടത്തിൽ ക്യാബേജുകളുണ്ടായിരുന്നു. അതിൽ നന്നായി ഇലകളൊക്കെ ഉണ്ടായി, പക്ഷേ ബോളുകളായിട്ട് അത് രൂപാന്തരപ്പെട്ടില്ല. ഇതിൽ നിന്നും 3 ക്യാബേജ് ഇന്ന് വിളവെടുത്തു. വിഷമില്ലാത്ത ഈ ക്യാബേജിൻ്റെ ഇല കൊണ്ട് നമുക്ക് നല്ല ഒരു തോരൻ വയ്ക്കാം. ക്യാബേജുകളിൽ ഒരു പുഴുക്കേട ഒന്നും ഉണ്ടായിരുന്നില്ല. ഇത് ചെറുതായി അരിഞ്ഞു വച്ചിട്ടുണ്ട്. അതോടൊപ്പം ഒരു സവാള സ്ലൈസ് ചെയ്തത് വളരെ കനം കുറച്ചരിയണം. 5 പച്ചമുളക് വട്ടത്തിൽ അരിയണം. പിന്നെ കുറച്ച് കുരുമുളക്. ഇതും അടുക്കളത്തോട്ടത്തിലെ കുറ്റിക്കുരുമുളകിൽ നിന്നും പഴുത്ത് കിട്ടിയതാണ്. ഇതൊന്ന് ചതച്ചെടുക്കണം. ഇനി തോരൻ വയ്ക്കാം. ചീനച്ചട്ടി ചൂടായി. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ വെളിച്ചെണ്ണ തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് പച്ചമുളക് അരിഞ്ഞത് ഇടാം. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ച സവാള ചേർക്കാം. സവാള നന്നായി ചെറുതായി കുനുകുന അരിയണം. ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇത്ര മതി. ഇതിലേക്ക് കുറച്ച് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി, ക്യാബേജ് നമ്മുടെ വീട്ടിലുണ്ടായുള്ള തന്നെയാണ്. അത് കാരണം വിഷമൊന്നും അടിച്ചില്ല. അപ്പോൾ നമുക്ക് മഞ്ഞൾപ്പൊടി കുറച്ച് മതി. ഇത് കുരുമുളകാണ്. കുരുമുളക് നമ്മുടെ അടുക്കളത്തോട്ടത്തേക്ക് ഉണ്ടായതുള്ള തന്നെയാണ്. അതൊന്ന് ചതച്ചെടുത്ത് നമുക്ക് ഇട്ട് കൊടുക്കാം. നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ച ക്യാബേജിൻ്റെ ഇലകളാണ് കൂടുതൽ. ഇതും അടുക്കളത്തോട്ടത്തിലെ 3 ക്യാബേജ് പറിച്ചെടുത്താണ്. ഇതിൻ്റെ ഇലകൾ കൂടി ഇതിൽ ചേർത്തിട്ടുണ്ട്. ഇലകളെന്ന് പറഞ്ഞാൽ അധികം അടിയിലേക്കല്ല, ഒരുവിധം മുകളിലേക്ക് ഇട്ടാൽ ഇലകൾ നമ്മൾ അരിഞ്ഞിട്ട് എടുത്തിട്ടുണ്ട്. അടുക്കളത്തോട്ടത്തിൻ്റെ വീഡിയോ ഒക്കെ നമ്മുടെ ചാനലിലുണ്ട് കേട്ടോ. എല്ലാവരും ഒന്ന് കയറി കാണാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. കുറച്ചിട്ടാൽ മതി. അവസാനം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക.
ഒരു തരത്തിലുള്ള വിഷമില്ലാത്ത കാബേജിൻ്റെ ഇലയും കാബേജുമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അധികം വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. വേണമെങ്കിൽ ഒന്ന് മൂടി വയ്ക്കാം. ഇപ്പോൾ ഏകദേശം ഒരു മിനിറ്റായി കാണും. തീ സിമ്മിലായിരുന്നു കേട്ടോ ഇതുവരെ. സിമ്മിൽ മതി തീ. ഇത് ഇരുമ്പിൻ്റെ ചീഞ്ചട്ടിയായിരുന്നു, പെട്ടെന്ന് ചൂട് ആകും. അതുകൊണ്ട് തന്നെ തീ സിമ്മിൽ മതി. നമുക്ക് വേണമെങ്കിൽ ഒരു മുറി നാളികേരമൊക്കെ ചിരകി ചേർക്കാതില്ല. ഞാനിപ്പോൾ ഇതിലൊന്നും ചേർക്കുന്നില്ല. ഒന്ന് ഉപ്പ് നോക്കാം. ഉപ്പ് പോരാ, കുറച്ച് ചേർത്ത് കൊടുക്കും. തീ കുറച്ച് കൂട്ടി വയ്ക്കാം. കണ്ടോ, ഇപ്പോൾ ഹെൽത്തി ആയുള്ള നല്ല കാബേജ് ഇലത്തോരൻ തയ്യാറായി കഴിഞ്ഞു. ഏകദേശം ശരിയായി. ഉപ്പ് കുറച്ചുകൂടി പോരാ, അത്രയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കണ്ടോ, ഇപ്പോൾ കാബേജിൽ തോരൻ ശരിയായി. കാബേജ് നമ്മുടെ വീട്ടിലുണ്ടായതോ അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും പരിചയം ഉള്ളവരുടെ അടുത്തുനിന്ന് കിട്ടുന്നതോ ആയ വിഷമടിക്കാത്ത ഇല മാത്രമേ ഇതിൽ ഉപയോഗിക്കുകയുള്ളൂ. കടയിൽ നിന്ന് മേടിക്കുന്നൊന്നും ഉപയോഗിക്കില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ തോരൻ ശരിയായി. നിങ്ങളും ഇതുപോലെ ഓരോ കൃഷികൾ ചെയ്ത് ചീരയോ ക്യാബേജോ കോളിഫ്ലവറോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയിട്ട് വിഷമില്ലാത്ത ഇതുപോലുള്ള പച്ചക്കറി കറികൾ ഉപയോഗിക്കാൻ. അപ്പോൾ പിന്നെ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാലോ. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പിന്നെ അടുത്ത വീഡിയോ കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.